വേറൊരു തലത്തിലേക്ക് ജീവിതം കൊണ്ടുപോകുന്നില്ല, ഒന്നുമില്ല. ആ യാത്ര മാത്രമാണ് നമ്മൾ കാണിക്കാൻ ആഗ്രഹിച്ചത്. അത് മാത്രമാണ്, അതിൽ മാത്രമാണ് കോൺസെൻട്രേറ്റ് ചെയ്തത്. അപ്പൊ ഈ ചോദ്യം വന്നതുകൊണ്ട് രണ്ടുപേരോടാണ് നന്ദി പറയാനുള്ളത്. അത് എങ്ങനെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കൂടെ ഒന്നും പറഞ്ഞാൽ അത് മതിയാവില്ല. അതുകൊണ്ട് ഈ അവസരം ഞങ്ങൾ ഉപയോഗിക്കുകയാണ്. അപർണ ബാലമുരളിയും രജിഷ വിജയനും അജു വർഗീസും 3 പേരാണ് ഈ സിനിമയിൽ ശബ്ദം കൊണ്ട് അഭിനയിച്ചിരിക്കുന്നത്. അതിൽ ഇത് കേട്ട് ഇവരെ മനസ്സിലാക്കുക എന്ന് പറയുന്നത് വലിയൊരു അംഗീകാരം തന്നെയാണ്. ഞാൻ നേരത്തെ റോഷാക്കിന്റെ സമയത്ത് പറഞ്ഞ പോലെ കണ്ട് കണ്ട ആളുകൾ മനസ്സിലാക്കി എന്ന് പറയുന്ന പോലെ ശബ്ദം കണ്ടവർ മനസ്സിലാക്കി. ഒരു നല്ല സിനിമയെ സപ്പോർട്ട് ചെയ്യാൻ അവർ ശബ്ദം കൊണ്ട് മുന്നോട്ട് വന്നു. അപ്പം ഒരു പക്ഷേ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ മാത്രമുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം. ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ലീഡിംഗ് ആയിട്ട് നിൽക്കുന്ന മുൻനിരയിലുള്ള 3 താരങ്ങൾ ശബ്ദം തന്ന് ഇതില് ഭാഗമാകുന്നു എന്ന് പറയുന്നത് ഭയങ്കര അടിപൊളി കാര്യമാണ്. ഞാൻ ജിസ് വന്നു കെട്ടിപ്പിടിച്ചു 2 ഉമ്മയും. കാര്യം ഞാൻ എത്രത്തോളം സിനിമയെ ഇഷ്ടപ്പെടുന്നുണ്ടെന്നും ഞാൻ സിനിമ എത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ടെന്നും സിനിമയെ എത്രത്തോളം എഫേർട്ട് ഞാൻ ഇടുന്നുണ്ടെന്നും ഒക്കെ ഏറ്റവും കൂടുതൽ അറിയാവുന്ന ആളുകളിൽ ഒരാൾ ജിസാണ്. അപ്പോൾ എന്റെ ഓരോ വിജയവും ജിസിന് സ്പെഷ്യൽ ആയിരിക്കും എന്നുള്ളത് എനിക്ക് ഉറപ്പുണ്ട്. അത് ജിസിന്റെ എക്സൈറ്റ്മെന്റിൽ എനിക്ക് മനസ്സിലായി. പിന്നെ ഈ സിനിമയുടെ 2ാം ഭാഗം ഞാൻ ഇപ്പൊ കെട്ടിയോളെന്നെ മാലാക ചെയ്ത സമയത്തും തങ്കം എനിക്ക് ഒരുപാട് ഭക്ഷണം കഴിക്കാനുള്ള അവസരം തന്നു. നല്ല വയറ് വേണം എന്ന് പറഞ്ഞാണ് തങ്കം കഥ പറയാൻ തുടങ്ങിയത്. ഈ സിനിമയ്ക്കും അങ്ങനെ തന്നെയാണ് തുടങ്ങിയത്. ഇപ്പൊ ആ സിനിമയിൽ ആ ഷർട്ട് ഇല്ലാതെ നിൽക്കുന്ന ഒരു പോർഷൻ ഉണ്ട്. അപ്പൊ അത് കണ്ടിട്ട് എന്റെ അടുത്ത് കുറെ പേര് പറഞ്ഞാണ് ഇങ്ങനെയൊക്കെ ബോഡി കാണിക്കണോ. എന്റെ അടുത്ത് തങ്കം ആദ്യം പറഞ്ഞതാണ് ആ സീനിൽ ഷർട്ട് ഇല്ലാണ്ട് നിൽക്കുമ്പോ ഒരു കോഴിയെ ഗ്രില്ല് ചെയ്യാൻ ട്രോഫി എന്ന് പറഞ്ഞ് ഞാൻ അതിനുവേണ്ടി ഒരുപാട് എഫേർട്ട് ഇട്ടു. നല്ല വയറുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ സിനിമ അങ്ങനെയുള്ള ഡീറ്റെയിലിംഗ് കൂടിയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പൊ ക്യാരക്ടേഴ്സ് രണ്ടുപേരുടെയും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി സുരാജേട്ടനോട് ചോദിക്കും പ്ലീസ്. വീണ്ടും നാച്ചുറലായിട്ട് നമ്മുടെ കൂട്ടത്തിൽ ഒരാളെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളുടെ ഒരു കഥാപാത്രമാണ് ചെയ്തത്. ശരിക്കും പ്രേക്ഷകര് തങ്ങളുടെ കഥാപാത്രത്തെ കാണുമ്പോൾ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ഒരു നോർമൽ ഒരു വ്യക്തിയെ കാണുന്ന പോലെ അല്ലെങ്കിൽ ആ വ്യക്തി ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതേപോലത്തെ കഥാപാത്രം ചെയ്യാനാണ് താല്പര്യം. എല്ലാത്തരം കഥാപാത്രങ്ങളും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. നമ്മുടെ കയ്യിൽ വരുന്നതിൽ ഏറ്റവും ബെസ്റ്റാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. അപ്പോ കെട്ടിയോളാണെന്റെ മാലാക കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹത്തിന് നോട്ടോ ഇട്ടതാണ്. എനിക്ക് തോന്നുന്നു അത് കഴിഞ്ഞ് റിലീസ് കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ എന്നോട് വന്ന് കഥ പറഞ്ഞു. 1 അല്ല 2, 3 കഥ പറഞ്ഞു. അതില് പിന്നെ അതിങ്ങനെ വൈകി എന്തായാലും അത് തിയേറ്ററിലേക്ക് എത്തി. ഒരുപാട് സന്തോഷം. കഥ പറഞ്ഞപ്പോൾ ഒരുപാട് ചിരിച്ചതാണ്. ഇത് ഒരു റിയൽ ലൈഫ് സ്റ്റോറി കൂടിയാണ്. പിന്നെ ഇത്തരത്തിലൊരു സിനിമയുടെ ഈ ഒരു വൻ വിജയമായി തീർന്ന സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. എല്ലാത്തരം വേഷങ്ങളും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. ഇത് മാത്രമല്ല, അങ്ങനെ നല്ല നല്ല കഥാപാത്രങ്ങൾ എൻ്റെ വരട്ടെ, നിങ്ങളെ സന്തോഷിപ്പിക്കാൻ പറ്റട്ടെ.